ലോക ചാമ്പ്യന്മാർ ഇത്തവണയും തുടങ്ങിയത് മനോഹരമായി തന്നെയായിരുന്നു. ഗ്രൂപ്പ് റൗണ്ടിൽ തോൽവി പോലും അറിയാതെ 3 മത്സരങ്ങൾ, അത്യുജ്വലമായ 3 വിജയങ്ങൾ. അങ്ങനെ റൗണ്ട് ഓഫ് 32-ലേക്ക് യോഗ്യത നേടിയ അർജന്റീന ഒടുക്കം കേപ്പ് വെർദെയോട് വിയർത്താണ് ജയിച്ചത്. പക്ഷേ ഗ്രൂപ്പ് റൗണ്ടിലെ ആ മനോഹര പോരാട്ട വീര്യം കേപ്പ് വെർദെക്ക് മുന്നിൽ എങ്ങനെയാണ് നിറം മങ്ങിയത്? കേപ്പ് വെർദെയുടെ പോരാട്ടം വീര്യം അത്രത്തോളം മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ മധ്യനിരയിൽ വലിയ ചേഞ്ച് ഉണ്ടാകുമെന്ന് സ്കലോണി തന്നെ മത്സരശേഷം വിശദീകരിച്ചു. ഏറ്റവും പ്രധാനം രണ്ടാം പകുതിയിൽ ഡിഫൻസും മധ്യനിരയും തമ്മിലുള്ള വലിയ ഗ്യാപ്പാണ് കേപ്പ് വെർദെ മുതലെടുത്തത്. 2022-ൽ സൗദിയോട് തോറ്റാണ് അർജന്റീന തുടങ്ങിയതെങ്കിലും പിന്നെയുള്ള ഓരോ മത്സരവും അർജന്റീനയ്ക്ക് ജീവൻ മരണ പോരാട്ടമായിരുന്നു. അർജന്റീനയിൽ ഉദിച്ചു വന്ന അർജന്റീൻ മധ്യനിര തന്നെയായിരുന്നു എതിരാളികളുടെ പേടി സ്വപ്നവും. ഖത്തർ വേൾഡ് കപ്പിൽ ഒരു ടീമിനും അവകാശപ്പെടാനില്ലാത്തത് അർജന്റീനക്കുണ്ടായിരുന്നു. അർജന്റീനയിലെ ഏറ്റവും മനോഹരമായ മധ്യനിര റോഡ്രിഗോ ഡിപ്പോളും മാക്കലിസ്റ്ററും പിന്നെ എൻസോ ഫെർണാണ്ടസുമെല്ലാം പുത്തൻ താരോദയമായി ഖത്തറിൽ അവതരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടർ റൗണ്ട് വരെ എത്തി നിൽക്കുമ്പോൾ അർജന്റീൻ ആരാധകരുടെയും പരിശീലകൻ സ്കലോണിയുടെയും ആശങ്ക അർജന്റീൻ മധ്യനിരയെക്കുറിച്ച് തന്നെയാകും. കേപ്പ് വെർദെക്കെതിരായുള്ള 3-2 വിജയം നേടിയെങ്കിലും പക്ഷേ ആ പരിശീലക സംഘത്തിന് പരിഗണിക്കേണ്ടത് നിരവധി കാര്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. എൻസോ ഫെർണാണ്ടസിന്റെ മധ്യനിയന്ത്രണം ഏറ്റെടുക്കാനായില്ല. 2022-ൽ കണ്ടതുപോലെ അദ്ദേഹം മധ്യനിര ഏറ്റെടുക്കുന്നത് ഈ വർഷം നമ്മൾ അത്ര മനോഹരമായി കണ്ടില്ല. ഖത്തർ വേൾഡ് കപ്പിലെ ആദ്യ 4 മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ ഗോളും അസിസ്റ്റുമായി എൻസോ കളം നിറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ 22-ലെ പ്രൗഢിയോടെ മത്സരത്തിലേക്ക് എത്താൻ താരത്തിനായില്ല. അതുപോലെ തന്നെയാണ് മാക്കലിസ്റ്ററും. തൻ്റെ 2022 പതിപ്പിലേക്ക് തിരികെ എത്താൻ മാക്കലിസ്റ്ററിനും സാധിച്ചില്ലെന്നതാണ് യാഥാർത്ഥ്യം. അർജന്റീൻ ആരാധകർക്ക് ഏറ്റവും വേവലാതിയുള്ളത് അർജന്റീൻ മുന്നേറ്റ നിരയെക്കുറിച്ചാണ്. മെസ്സി മാത്രമേ ഗോൾ സ്കോർ ചെയ്യുന്നുള്ളൂ. ഹൂലിയനോ ലൗത്തറോ മാർട്ടിനസോ ഫോമിലേക്ക് ഉയരേണ്ടത് അർജന്റീനയ്ക്ക് ഏറെ ആവശ്യമാണ്. രണ്ടിൽ ഒരാളെങ്കിലും ഫോമിലേക്ക് ഉയർന്നാൽ മെസ്സിക്കൊപ്പം മികച്ച കൂട്ടുകെട്ട് ബിൽഡ് ചെയ്യാൻ താരങ്ങൾക്കാകും. പക്ഷേ ഇതുവരെ വേൾഡ് കപ്പിലെ 4 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഹൂലിയനോ ലൗത്തറോ മാർട്ടിനസിനോ ഫോമിലേക്ക് ഉയരാൻ സാധിച്ചില്ല. 2022 ഇതേ സമയം വേൾഡ് കപ്പിൽ മിന്നും ഫോമിലായിരുന്നു ഹൂലിയൻ അൽവരസ് കളിച്ചിരുന്നത്. ഏതായാലും ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഈ 2 താരങ്ങളിൽ ഒരാൾ ഗോളുമായി കളം നിറയുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ അർജന്റീന ആരാധകരുമുള്ളത്. അല്ലെങ്കിൽ അർജന്റീനക്ക് തന്നെയാണ് അത് വലിയ തിരിച്ചടി. നിലവിൽ അർജന്റീന ഫ്രണ്ട് 3-ൽ മെസ്സി മാത്രമാണ് മികച്ചു നിൽക്കുന്നത്. മെസ്സിയുടെ ഗോളടി മികവിലാണ് അർജന്റീന ഓരോ മത്സരവും വിജയിച്ചു കയറുന്നത്. ഹൂലിയനോ ലൗത്തോറയോ ഫോമിലേക്ക് ഉയരണം. ക്ലബ്ബ് തലത്തിൽ മിന്നും ഫോമിലുള്ള ഹൂലിയൻ അൽവരസിനും ലൗത്തോറോ മാർട്ടിനസിനും ഇതെന്തു പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിലെ കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.